അങ്ങനെ എല്ലാത്തിൻ്റെയും അവസാനം നമ്മുടെ മുടിയന് വന്നെത്തി നിൽക്കുന്ന സ്ഥലം ബിഗ് ബോസ് ഹൗസ് ആണെന്നുള്ള കാര്യം മനസ്സിലായിരിക്കുകയാണ്. തൻ്റെ ഗെയിം തുടങ്ങിയിരിക്കുകയാണ് ഋഷി. ആദ്യം തന്നെ ജാസ്മിനെ ചെന്നാണ് ചൊറിയുന്നത്, അല്ലെങ്കിൽ ജാസ്മിനോട് ചെന്നാണ് സംസാരിക്കുന്നത്. ജാസ്മിൻ ഇത്രയും നന്നായിട്ട് ജാസ്മിൻ്റെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ മറ്റൊരു വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയും നല്ല രീതിയിലാണ് നമ്മുടെ ഋഷി ജാസ്മിനോട് ഓരോ കാര്യങ്ങളും ചോദിച്ച് പോയിന്റുകൾ എടുത്ത് സംസാരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അങ്ങനെ വീടിനകത്തുള്ള ഒരു സോഫ ഏരിയയിൽ ശോകമൂകമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ജാസ്മിൻ അടുത്തേക്ക് നമ്മുടെ ഋഷി ചെന്നിട്ട് ചോദിക്കുകയാണ്, നീ പുറത്ത് മറ്റൊരാളായിട്ട് ഇഷ്ടത്തിലാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന രീതിയിലൊക്കെ അറിയുന്നുണ്ട്, പിന്നെ നീയും ഗബ്രിയും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ള രീതിയിൽ ഋഷി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ഞാൻ പുറത്തുള്ളൊരു വ്യക്തിയായിട്ട് ഈ പറയുന്നത് പോലെ വാക്കുറപ്പിലൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, എനിക്ക് ഒരാളായിട്ട് ഇഷ്ടത്തിലാണ് ഞാൻ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഋഷി ഞാനും ഗബ്രിയും തമ്മിലുള്ള ബന്ധത്തിന് എന്താണ് ഇവിടെ കുഴപ്പം എന്നുള്ള രീതിയിൽ ഋഷിയോട് ചോദിക്കുന്ന സമയത്ത് ഋഷി പറയുന്നുണ്ട്, നീ എൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നീ ഇപ്പം പെരുമാറുന്നത് പോലെ എന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് പെരുമാറിയിരുന്നെങ്കിൽ ഞാൻ മൂന്നാം പക്കം ആ ഒരു റിലേഷൻഷിപ്പ് കട്ട് ചെയ്യും, അവളെ അങ്ങോട്ട് വിടും എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് പോയിന്റ് പറഞ്ഞ് കരണത്തടിച്ചു കൂട്ടിയാക്കി പോയി നമ്മുടെ ഋഷി ജാസ്മിനെ. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ഞാനും ഗബ്രിയും തമ്മിലുള്ള ഒരു ബന്ധം ഒരിക്കലും ഒരു പ്രണയബന്ധത്തിലേക്ക് പോകാനായിട്ട് ഞാൻ അനുവദിക്കില്ല, ഞാൻ അതിന് മാക്സിമം ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഋഷി ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീയും ഗബ്രിയും തമ്മിൽ ഇഷ്ടത്തിനാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ ഗബ്രിയോട് ജാസ്മിൻ എന്ന വ്യക്തിക്ക് ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ജാസ്മിൻ പറയുന്നു, ശരിയാണ്, പക്ഷേ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണിത്, ഒരിക്കലും പ്രാക്ടിക്കൽ ആവില്ല, എൻ്റെയും അവൻ്റെയും ഫാമിലി തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്, അവൻ്റെ വീട്ടിൽ എന്നെയും എൻ്റെ വീട്ടുകാർക്ക് അവനെയും അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, പുറത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് എന്നെ ഇങ്ങനെ അലട്ടുന്നുണ്ടെന്നുള്ള രീതിയിൽ ഋഷിയോട് സംസാരിക്കുന്നുണ്ട്. എപ്പോഴും ഗബ്രിയെ സേഫ് ആക്കി ഗബ്രിയോട് ഇഷ്ടമുണ്ടെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഗബ്രിയെ താൻ പ്രണയിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ജാസ്മിൻ്റെ ആ ഒരു എൻറ്റയർ സംസാരം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഋഷി അത് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് ജാസ്മിൻ പറയുന്നൊരു കാര്യം, ഞാനും ഗബ്രിയും മറ്റുള്ള ഒരു കണ്ടസ്റ്റൻസിനെയും ഇതുപോലെ ചെന്ന് ഇറിറ്റേറ്റ് ചെയ്യാറില്ല, അവരുടെ ബന്ധങ്ങളിൽ പോയി ഇടപെടാറില്ല, പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങളെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് എല്ലാവരും ഗെയിം കളിക്കുന്നതെന്ന്. അപ്പോൾ ഋഷി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീയും ഗബ്രിയും ഇരിക്കുന്നത് പോലൊന്നും ഇവിടെ മറ്റുള്ള ഒരു കണ്ടസ്റ്റൻസും ഇരിക്കുന്നില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ ഋഷിയെയും അൻസിബയെയും പറയാം, അർജുനെയും ശ്രീധുവിനെയും പറയാം, അങ്ങനെ നമ്മുടെ ജിൻഡോയെയും അതുപോലെ തന്നെ ജാൻമണിയെയും പറയാം. ഇവരാരും അങ്ങനെ സൊള്ളിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളല്ല, ഇവരെല്ലാവരും അവിടെ ഇറങ്ങി ഗെയിം കളിക്കുന്ന വ്യക്തികളാണ്. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വ്യൂവേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന രണ്ട് കണ്ടസ്റ്റൻസ് ആകെ ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും മാത്രമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഒരു കോണ്ടന്റ് ആക്കിക്കൊണ്ട് എല്ലാവരും ഗെയിം കളിക്കുന്നത്. ഋഷി കൃത്യമായിട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. ഇത്രയും നല്ല ടോക്കിംഗ് സെൻസും ഇത്രയും ചിന്തിച്ച് ഗെയിം കളിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഋഷി എന്നുള്ള കാര്യം ഇപ്പോൾ ഏകദേശം മനസ്സിലായി. പിന്നീട് ഋഷി ചോദിക്കുന്ന ഒരു കാര്യം, ഗബ്രി എന്ന വ്യക്തിയെ ജാസ്മിന് കല്യാണം കഴിക്കാനായിട്ട് താല്പര്യമുണ്ടോ, നിന്റെ ജീവിത പങ്കാളിയാക്കാനായിട്ട് താല്പര്യമുണ്ടോ എന്ന്. അപ്പോൾ ജാസ്മിൻ പറയുകയാണ്, എനിക്ക് ഗബ്രിയെ വളരെയധികം ഇഷ്ടമാണ്, പക്ഷേ ഋഷി ഞാൻ പറഞ്ഞല്ലോ, ഇതൊരിക്കലും പ്രാക്ടിക്കൽ ആവില്ല, ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലിയിലായാലും ഇതൊരിക്കലും പ്രാക്ടിക്കൽ ആവാത്ത ഒരു കാര്യമാണ്, അതുകൊണ്ട് തന്നെയാണ് ഉള്ളിലുള്ള ഇഷ്ടം മറച്ചു പിടിച്ചുകൊണ്ട് ഇതൊരു പ്രണയബന്ധത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കുന്നത്. അപ്പോഴും ഋഷി പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നൊരു കാര്യം, നിങ്ങൾ തമ്മിൽ അപ്പോൾ ശരിക്കും മനസ്സിൽ ഇഷ്ടത്തിലാണ്. ഈ വീട്ടുകാരുടെയും അതുപോലെ തന്നെ ഈ ഒരു കാണുന്ന ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ളൊരു രീതിയിലാണ് നിങ്ങളിത് തുറന്ന് സമ്മതിക്കാത്തത് അല്ലേ എന്നുള്ള രീതിയിൽ ജാസ്മിനോട് ഋഷി കൃത്യമായിട്ട് ഓരോ പോയിന്റുകളും ചെകഞ്ഞെടുത്ത് ഋഷി ചോദിക്കുന്നുണ്ട്. പിന്നീട് ജാസ്മിൻ ഋഷിയോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇവിടെ വാഴച്ചോട്ടിലിരുന്നാലും പ്രണയിച്ചുകൊണ്ടിരുന്നാലും സൊള്ളിക്കൊണ്ടിരുന്നാലും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നാലും ഞാനിവിടെ ഗെയിം കളിക്കുന്നില്ലേ ഋഷി എന്ന്. അപ്പോൾ ഋഷി പറയുന്നുണ്ട്, കണ്ണീച്ചോരില്ലാത്ത രീതിയിൽ ഗെയിം നീ കളിക്കുന്നുണ്ട്, പക്ഷേ ബിഗ് ബോസിലെ ഗെയിം എന്ന് പറയുന്നത് ടാസ്കുകൾ വിൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസ് വിൻ ചെയ്യുന്നതോ അല്ല. ബിഗ് ബോസ് നമ്മുടെ പേഴ്സണാലിറ്റി നോക്കിയിട്ടാണ് ആളുകൾ നമുക്ക് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻറ്റയർ കാര്യങ്ങൾ അവർ നോക്കും. ഇവിടെ നമ്മൾ നിൽക്കുന്നത് എങ്ങനെയാണ്, ഇരിക്കുന്നത് എങ്ങനെയാണ്, ഓരോ വ്യക്തികളുമായിട്ട് സംസാരിക്കുന്നത് എങ്ങനെയാണ്, ഇൻട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഏതൊരു അർത്ഥത്തിലാണ് നമ്മളുടെ ഇവിടുത്തെ ഓരോ സംസാരങ്ങളും മുന്നോട്ട് പോകുന്നത്, എല്ലാം അനലൈസ് ചെയ്തതിന് ശേഷമാണ് വോട്ടിൻ്റെ രൂപത്തിൽ നമുക്ക് ഈ പറയുന്ന ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബിഗ് ബോസിലെ ഗെയിം ഒരിക്കലും ടാസ്കുകളും ആക്ടിവിറ്റീസും അല്ല ജാസ്മിൻ എന്ന് ഋഷി കൃത്യമായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീട് ജാസ്മിൻ പറയുന്ന ഒരു കാര്യം, ഈ പവർ ടീമിനെ സെലക്ട് ചെയ്തതിൽ നിന്നാണ് ഒരുപാട് പ്രശ്നങ്ങളിവിടെ ഉണ്ടായത്, എന്നെ ഒരുപാട് പേര് എതിർക്കാൻ തുടങ്ങിയത്, ഇതെല്ലാം എൻ്റെ ഒരു ഗെയിമാണ് ഋഷി, ഗബ്രി എന്നെ ക്യാപ്റ്റൻ ആക്കാനായിട്ട് നല്ല രീതിയിൽ സഹായിച്ചൊരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെയാണ് ഗബ്രിയെ ഞാൻ ആദ്യം പവർ ടീമിലേക്ക് എടുത്തത്. പിന്നീട് ഈ പറയുന്ന അപ്സര ആയാലും റസ്മിൻ ആയാലും അർജുൻ ആയാലും ഇവരൊക്കെ എനിക്ക് നല്ല രീതിയിൽ പറഞ്ഞു നിൽക്കാനും എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിവരെ
പവർ ടീമിലേക്ക് സജസ്റ്റ് ചെയ്തത്. ഇതെൻ്റെ ഗെയിമാണ് ഋഷി എന്ന് പറയുന്ന സമയത്ത്, ഇതൊക്കെ നിൻ്റെ ഗെയിം ആണെങ്കിൽ നിന്നെയും ഗബ്രിയെയും വെച്ച് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾ വെച്ച് ഗെയിം കളിക്കാനായിട്ട് ഇവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ നീ അത്തരത്തിൽ സംസാരിക്കാൻ പാടില്ല ജാസ്മിനെ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനെ ആകെ കീറി ഒട്ടിച്ച് വെക്കുന്നുണ്ട് ഋഷി. എന്താണ്, സമാധാനിപ്പിക്കാൻ പോയിരുന്നതാണ്. പക്ഷേ ജാസ്മിൻ്റെ വായെന്ന് വരുന്ന വാക്കുകൾക്ക് പോയിന്റ് പറഞ്ഞ് കൗണ്ടർ ചെയ്ത സമയത്ത് ഋഷി ആകെ ജാസ്മിനെ തൂക്കി ഒട്ടിക്കുന്നുണ്ട്. ഇത്രയും നല്ല രീതിയിൽ ഋഷി സംസാരിച്ച് തുടങ്ങിയെങ്കിൽ ഋഷി എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻ്റ് ഇനി വരുന്ന നാളുകളിൽ നല്ല രീതിയിൽ പവർഫുൾ ആവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഫാൻസിനെ സമ്പാദിച്ച് അടിപൊളിയായിട്ട് ബിഗ് ബോസിൽ മുന്നോട്ട് പോകാനായിട്ട് കാലിബറുള്ള ഒരു വ്യക്തി തന്നെയാണ് ഋഷി. നമുക്കിനി കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്